എഴുതിയോ എഴുതിയോ ചോദിക്കുന്നത്? ഓക്കെ. അപ്പൊ നമുക്ക് 8ാം ക്ലാസ്സിലേക്ക് തേർഡ് ടേമിലേക്ക് മൊത്തം നിങ്ങൾക്ക് തേർഡ് ടേമിലേക്ക് മൂന്നാമതൊരു പുസ്തകമുണ്ട്. അത് കിട്ടിയ എല്ലാവർക്കും കിട്ടി. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആവണി ആ 3 പാഠങ്ങൾ? ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് കിടപ്പുണ്ടെന്ന് വായിച്ചാട്ട് ആവണി മാത്രം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. അത് എത്രാമത്തെ പാഠമാ? 8ാമത്തെ. ആ 8ാമത്തെ പാഠത്തിന്റെ പേരാണ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ. അടുത്തത് 9ാമത്തെ നെഗറ്റീവ് നമ്പേഴ്സ്. 10ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ്. അതിന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ, അനുഷ്ക മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് തേർഡ് ടേമിലേക്ക് 3 പാഠം പഠിക്കാനുണ്ട്. 8ാമത്തെ പാഠത്തിന്റെ പേര് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. 9ാമത്തെ പാഠത്തിന്റെ പേര് നെഗറ്റീവ് നമ്പേഴ്സ്. 10ാമത്തെ പാഠത്തിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സ്. പാഠത്തിന്റെ 3 പേര് ക്ലിയർ ആയോ? 3 പാഠത്തിന്റെ പേര് ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ. ചോദിക്കുന്നതിന് മറുപടി നമ്മൾ ക്ലാസ് ചെയ്ത് മറുപടി പറയുന്ന പോലെ തന്നെ പറഞ്ഞോളാം. ഇതിൽ 9ാമത്തെ പാഠം നിങ്ങൾ പഠിക്കണ്ട. ഏത് ചാപ്റ്റർ പഠിക്കണ്ട? 9. കാരണം അടുത്ത വർഷം 9ാം ക്ലാസ്സിലെ പുസ്തകം ഈ വർഷം മാറിയ പുസ്തകമാണ്. ഉദാഹരണത്തിന് ജിതിന്റെ ചേച്ചി ദിയ ഒക്കെ പഠിക്കുന്ന പുസ്തകം ഈ വർഷം പുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ പാഠം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ പഠിക്കാനുണ്ട്. അപ്പൊ ജിതിന്റെ ചേച്ചിക്കൊന്നും ഈ വർഷം ആ പാഠം എന്ത് ചെയ്യണ്ട? 9ാം ക്ലാസ്സിൽ ആ പാഠം എന്ത് ചെയ്യണ്ട? പഠിക്കണ്ട. കാരണം അവര് 8ൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഈ വർഷം 8ൽ ആ പാഠം എന്ത് ചെയ്യണ്ട? പഠിക്കണ്ട. നിങ്ങൾ എപ്പോ വരുമ്പോ പഠിച്ചാൽ മതി? 9ൽ വരുമ്പോ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ദേവനാരായണ ഇനി അപ്പോ തേർഡ് ടേമിലേക്ക് എത്ര പാഠം പഠിച്ചാൽ മതി? 2 പാഠം. ഏതൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ. അതിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് 10ാമത്തെ ചാപ്റ്റർ ആയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന പേജിന്റെ നടുക്കോട്ട് നിങ്ങൾക്ക് ഈ വൈറ്റ് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം സാർ. 10 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എഴുതുക. STATISTICS സ്റ്റാറ്റിസ്റ്റിക്സ്. എഴുതിയോ? എഴുതി. അതിന്റെ ഇടതുവശത്ത് മാർജിനിൽ എഴുതണം 65ാമത്തെ ക്ലാസ്. ഇടതുവശത്ത് മാർജിനിൽ 65ാമത്തെ ക്ലാസ്. ഡേറ്റ് 22/12/2024. സൺഡേ. ഓൺലൈൻ ക്ലാസ്. പ്രസന്റ്. ഇത് ഇത്ര എവിടെ എഴുതേണ്ടത്? ഇടതുവശത്ത് മാർജിൻ. അത്ര എഴുതിയോ? എഴുതി. ഓക്കെ. ഇനി നിങ്ങൾ ഇതിന്റെ അടുത്ത പേജ് എടുക്കാം. ഇതിന്റെ അടുത്ത പേജ് എടുത്തു. ഓക്കെ. ഞാനും അടുത്ത പേജ് എടുക്കുകയാണ്. ഓക്കെ. അവിടെ ഏറ്റവും മുകളിലായിട്ട് എഴുതണം. എന്തെഴുതുന്നത്? എന്തെഴുതുന്നേ? പറ. സിലബസ്. അപ്പൊ വേണ്ട ആ പുസ്തകം ഒന്ന് എടുത്തട്ടെ.
ആ പുസ്തകം നോക്കിയിട്ട് നമ്മുടെ അഭിരാം മോൻ ഒന്ന്, അഭിരാമിന് അറിയാം സിലബസ് നോക്കി പറയാൻ, ഒന്ന് പറഞ്ഞ അഭിരാമ എന്തോ സിലബസ് എന്നുള്ളത് ഒന്നാമത്തെ. ടാബുലേഷൻ. ടാബുലേഷൻ. അപ്പൊ എഴുതിയാട്ടെ, ഒരു സെക്കൻഡ് ഞാനിവിടെ പുസ്തകം ഒന്ന് എടുത്തോട്ടെ. ചിലപ്പോൾ അഥവാ അഭിരാം പറയുന്നത് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്ത് ഞാൻ പറയണ്ടേ. ഞാനിവിടെ പുസ്തകം എടുത്തോട്ടെ, ഒരു സെക്കൻഡ്. എന്തുവായിരുന്നു അഭിരാം വായിച്ച ഹെഡിങ് ആദ്യത്തേത്? ടാബുലേഷൻ. എഴുതുക. ഞാൻ ഇതിൽ എഴുതുന്ന നോക്കി എഴുതണം നിങ്ങള്. സെക്ഷൻ 1 SECTION സെക്ഷൻ 1 ടാബുലേഷൻ. ഓക്കെ, ഇനി പതുക്കെ പേജ് ഇങ്ങോട്ട് മറിച്ചു വരിക അഭിരാമേ. എന്താണ് അടുത്ത ഹെഡിങ്? അനദർ ഫോം. അപ്പൊ എഴുതുക സെക്ഷൻ 2 അനദർ ഫോം, ANOTHER അനദർ ഫോം, FORM ഫോം. ഓക്കെ, ഇനി പതുക്കെ പേജ് ഇങ്ങോട്ട് മറിച്ചു വരിക അഭിരാമേ. എന്താണ് അടുത്ത ഹെഡിങ്? എ ന്യൂ പിക്ചർ. എഴുതുക. സെക്ഷൻ 3 സെക്ഷൻ 3 എ ന്യൂ പിക്ചർ. എ ന്യൂ പിക്ചർ. ഇനി പതുക്കെ അങ്ങോട്ട് പേജ് മറിക്കുക അഭിരാമേ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ജുവാനെ നമ്മുടെ സിലബസ് ഒന്ന് വായിച്ചേ. Section 1 tabulation. Section 2 another form. Section 3 a new picture. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ പാഠം വീണ്ടും എന്ത് ചെയ്യാനുണ്ട്? മിണ്ടുന്നില്ല. എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അതിന്റെ അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് പഠിക്കാനുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അതിന്റെ അടുത്ത വർഷം +1 വരുമ്പോൾ എന്ത് പഠിക്കാനുണ്ട്? എന്ത് പഠിക്കാനുണ്ട്? വിട്ടുന്നില്ല. എന്ത് പഠിക്കാനുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 8, 9, 10 +1 ഏതാണ്ട് ഈ വർഷം കൂടെ കൂട്ടി ഒരു 4 വർഷക്കാലം പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ക്ലാസ് അയച്ചു തന്നത് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു? കണ്ടു. അപ്പോ നിങ്ങൾ നോട്ട്ബുക്കിലെ അടുത്ത പേജ് എടുക്കുക. നോട്ട്ബുക്കിലെ അടുത്ത പേജ് എടുത്തോ. അവിടെ ഹെഡിങ് എഴുതുക ബേസിക്, BASIC ബേസിക്. അനുഷ്കയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? അനുഷ്കേ? ഉണ്ട് സാർ. ഉണ്ട്. ഓക്കെ, അപ്പൊ ബേസിക് എന്ന് എഴുതിയല്ലോ എല്ലാവരും? ബേസിക് എന്ന് എഴുതിയ എല്ലാവരും? എഴുതി. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ അതിൽ നോക്കി വേണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതാനായിട്ട്, കേട്ടോ.
നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 8ാം ക്ലാസ് സ്ക്രീനിൽ എന്തുവാ, എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. അതല്ല നിങ്ങൾ എഴുതേണ്ടത്, ഈ സിലബസും വേണ്ട. ഈ പേജ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പൊ അവിടെ ബേസിക്കിന്റെ താഴെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാചകം നമ്മുടെ ശ്രീലക്ഷ്മി ഒന്ന് വായിച്ചേ. Statistics is a branch of mathematics. മാത്തമാറ്റിക്സ്. It deals with the study of collection of data, classification of data, analysis of data, ഇന്റർപ്രട്ടേഷൻ ഓഫ് ഡേറ്റ, ലാസ്റ്റിലത്തേത് കൺക്ലൂഷൻ ഓഫ് ഡേറ്റ. ഓക്കെ. ഇത് ഇന്നലെ ഞാൻ അയച്ചു തന്ന വീഡിയോ ക്ലാസ്സിനകത്തിൽ നിങ്ങൾ കേട്ടായിരുന്നോ? അപ്പൊ ഇത് ഇതുപോലെ നോക്കി ആ ബുക്കിലോട്ട് എഴുതിക്കേ. ബേസിക് എന്ന് എഴുതിയണ്ടേ, താഴോട്ട് എഴുതിക്കേ. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ, ആ 5ാമത്തെ പോയിന്റ് വരെ, കൺക്ലൂഷൻ ഓഫ് ഡേറ്റ വരെ. കൺക്ലൂഷൻ ഓഫ് ഡേറ്റ വരെ എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം. എഴുതി. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞ്. ഇനി അല്ല എഴുതാനുണ്ടോ? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഉണ്ട് സാർ. അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. കൺക്ലൂഷന്റെ സ്പെല്ലിങ് CONCLUSION കേട്ടോ, TION അല്ല, SION ആണ് കൺക്ലൂഷൻ കേട്ടോ. എഴുതി സാർ. ഓക്കെ. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. അതിന്റെ താഴെ ഒരാളിന്റെ പേര് എഴുതിയിരിക്കുന്നുണ്ടോ? JOHN, ജോൺ ഗ്രോൻഡ്, GRAUND. എഴുതിയോ? ആ പേരെഴുതിക്കോളൂ. എഴുതിയോ? എഴുതി. അതിന്റെ താഴെ അടുത്ത് എഴുതിയിരിക്കുന്നുണ്ട് എന്തുവാ? RA ഫിഷർ. RA ഫിഷർ ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുക. ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോക്കകത്തിൽ ഉണ്ടായിരുന്നു. എഴുതിയോ? എഴുതിയോ? ആരാ പാട്ടൊക്കെ പാടുന്നേ?
എഴുതിയോ? എഴുതി. എഴുതി. അതിന്റെ താഴെ ഒരാളുടെ പേര് എഴുതിയിട്ടേക്കുന്നുണ്ടോ? PC മഹലനോബിസ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. MAHLANOPIS അല്ല, BIS ആണ് കേട്ടോ. PC മഹലനോബിസ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അത്ര എഴുതിയോ എല്ലാവരും? എഴുതി. ഇത് ഇത്രയും ഇന്നലെ ഞാൻ അയച്ചു തന്ന വീഡിയോ ക്ലാസ്സിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ശരി. അപ്പൊ ഇനി എല്ലാവരും അടുത്ത പേജ് എടുക്കാം. എടുത്തോ? നോട്ട്ബുക്കിൽ അടുത്ത പേജ് എടുത്തോ? എടുത്തു. എന്നിട്ട് അവിടെ ഹെഡിങ് എഴുതുക, ത്രൂ ദി ചാപ്റ്റർ. THROUGH, ത്രൂ ദി ചാപ്റ്റർ. എഴുതിയോ? എഴുതിയോ? എഴുതി. ഹെഡിങ് എഴുതുക അടുത്ത വരിയില്. സെക്ഷൻ 1. സെക്ഷൻ 1. എന്ത് സെക്ഷൻ 1ന്റെ പേര്? അയ്യോ അല്ലല്ല, സെക്ഷൻ 1ന്റെ പേരാ നോക്ക്. ടാബുലേഷൻ എഴുതുക. സെക്ഷൻ 1 ടാബുലേഷൻ. ഓക്കെ, ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും പുസ്തകം എടുക്കാം. എടുത്തോ? എടുത്തോ? എടുത്തു. ഒരു പേനയും കൂടെ കൈവച്ചോ. ഇതേ ടാബുലേഷൻ എന്ന ഹെഡിങ്ങിന്റെ താഴെ എഴുതിയിരിക്കുന്ന സെന്റൻസ് ആവണി ഒന്ന് വായിച്ചേ. ആവണി, ആവണി. ടെക്സ്റ്റ് ബുക്കിലെ ആണോ? അതെ, ടെക്സ്റ്റ് ബുക്കിൽ. അത് തന്നെയാണ് ഞാനിപ്പോ സ്ക്രീനിൽ ഇട്ടേക്കുന്നത്. There are 40 children in class 8A of a school. എന്തോ അർത്ഥം? ഒരു ക്ലാസ്സിൽ 8A ക്ലാസ്സില് ഒരു സ്കൂളിലെ 40 എന്ന് പറയുന്ന ക്ലാസ്സില് 40 കുട്ടികൾ ഉണ്ടായിരുന്നു. 40 കുട്ടികളുണ്ട്. In a health club program, their blood groups were identified and listed as below. ലിസ്റ്റഡ് ആസ് ബിലോ. എന്നിട്ട് ഒരു ഹെൽത്ത് ക്ലബിന്റെ പ്രോഗ്രാം നടന്നപ്പോ അവരുടെ എല്ലാവരുടെയും ബ്ലഡ് എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് താഴെ കൊടുത്തേക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് എഴുതിയിരിക്കുന്നുണ്ടോ? ബ്ലഡ് ഗ്രൂപ്പ് എഴുതിയിരിക്കുന്നുണ്ടോ? ഈ രണ്ട് സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേ. അണ്ടർലൈൻ ചെയ്തോ? ഏതാ? ഇപ്പൊ വായിച്ച രണ്ട് സെന്റൻസ്, ടാബുലേഷൻ
എന്നതിന്റെ താഴെ എഴുതിയിരിക്കുന്ന 2 സെന്റൻസ് ടെക്സ്റ്റിലാണ്. ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തോ? എന്നിട്ട് അതിന്റെ ലെഫ്റ്റിലോട്ട് എഴുതുക എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതിന്റെ താഴെ ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ജുവാനെ ഒന്ന് വായിച്ചേ. How many children have O negative blood type? എന്തോ ജുവാനെ ചോദ്യത്തിന് അർത്ഥം? എത്ര കുട്ടികൾക്ക് O negative blood type ഉണ്ട്? ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആയിട്ടുള്ള എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ജുവാൻ ഇതിനകത്തൊന്ന് എണ്ണി നോക്കിയിട്ട് O നെഗറ്റീവ് എത്ര പേർക്കുണ്ടെന്ന് ജുവാനെ എനിക്ക് പറഞ്ഞു തരിക. 1. അപ്പൊ അവിടെ തന്നെ നിങ്ങൾ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതി വെക്കുക 1 എന്ന് എഴുതുക. പുസ്തകത്തിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ശ്രീലക്ഷ്മി ഒന്ന് വായിച്ചേ. How many have B negative? എന്തോ ശ്രീലക്ഷ്മിന്റെ അർത്ഥം? B negative blood group എത്ര ചിൽഡ്രൻസിനുണ്ട്? ഒന്ന് എണ്ണി നോക്കിയിട്ട് പറഞ്ഞ ശ്രീലക്ഷ്മി, എത്ര പേർക്ക് ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന്? മൂന്ന്. അപ്പോ രണ്ടാമത്തെ ആൻസർ എഴുതുക 3. ആവണി മൂന്നാമത്തെ ചോദ്യം വായിച്ചേ. How many have O positive? എന്തോ ആവണി ചോദ്യത്തിന് അർത്ഥം? എത്ര പേർക്ക് O പോസിറ്റീവ് ഉണ്ട്? O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് പറഞ്ഞ ആവണി, എത്ര പേർക്ക് O പോസിറ്റീവ് ഉണ്ടെന്ന്? 14. അപ്പോ മൂന്നാമത്തെ ആൻസർ എഴുതുക 14. ഓക്കെ. നാലാമത്തെ ചോദ്യം അനുഷ്ക ഒന്ന് വായിച്ചേ. Which blood types do the most number of the children have? എന്തോ അനുഷ്ക ചോദ്യത്തിന് അർത്ഥം? ഏറ്റവും കൂടുതൽ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതാണ്. അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ബ്ലഡ് ഗ്രൂപ്പ് ഏത് കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഉള്ളത്? ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത്? O പോസിറ്റീവ്. അപ്പൊ എഴുതുക 4ന്റെ ആൻസർ O പോസിറ്റീവ്. ഓക്കെ. ജിതിനെ അഞ്ചാമത്തെ ചോദ്യം വായിച്ചേ. Which type do the least number of children have? എന്തോ ചോദ്യത്തിന് അർത്ഥം? ഏറ്റവും കുറവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഉള്ളത്? ഏതാ ഉള്ളത്? O നെഗറ്റീവ്. എഴുതുക O നെഗറ്റീവ്. അപ്പൊ നമ്മൾ 5 ചോദ്യത്തിന് ഉത്തരം എഴുതിയല്ലോ. എഴുതി. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ജുവാനോട് ചോദിച്ചു O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ഉള്ള എത്ര പേരുണ്ടെന്ന്. അപ്പൊ ജുവാന എങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്? നമ്പറില്. ഇതിനകത്ത് എണ്ണി നോക്കി O നെഗറ്റീവ് എത്ര ഉണ്ടെന്നല്ലേ? ആണോ? രണ്ടാമത്തെ ചോദ്യം ഞാൻ ശ്രീലക്ഷ്മിയോടാണ് ചോദിച്ചത്, ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എത്ര പേർക്കുണ്ട്? അപ്പൊ ശ്രീലക്ഷ്മി എങ്ങനെ ഉത്തരം പറഞ്ഞേ? ബി നെഗറ്റീവ് ഉള്ള എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി അല്ലേ? ആണോ? ഇനി ആവണിയോട് ഞാൻ ചോദിച്ചു O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എത്ര പേരുണ്ടെന്ന്. ആവണി എങ്ങനെ ഉത്തരം പറഞ്ഞേ? O പോസിറ്റീവ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി. അതായത് നമ്മൾ ഓരോ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നും പ്രത്യേകമായിട്ട് എന്ത് ചെയ്തു?
എന്ത് ചെയ്തു? ഇത് നോക്കി. എണ്ണി നോക്കി. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇപ്പോ ഇവിടെ ഒരു കോളം കൊടുത്തേക്കുന്നത് കണ്ടോ? കണ്ടോ? ബ്ലഡ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞ ചോദ്യം കൊടുത്തേക്കുന്നത് കണ്ടോ? കണ്ടു. ആ, ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ആദ്യമേ അങ്ങ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം വേഗം വേഗം എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റുമോ? പറ്റും. പറ്റും. ആ, അപ്പൊ ദേവനാരായണ ഒന്ന് വായിച്ചേ, ബ്ലഡ് ഗ്രൂപ്പ് നമ്പർ ഒന്ന് വായിച്ചു പറഞ്ഞേ. എ പോസിറ്റീവ് എത്ര പേർക്കുണ്ട്? 8. 8 പേർക്ക്. അടുത്തത് ബി പോസിറ്റീവ് എത്ര പേർക്കുണ്ട്? 7. ആ, അടുത്തത് എ ബി പോസിറ്റീവ് എത്ര പേർക്കുണ്ട്? 5. 5. അടുത്തത് ഓ പോസിറ്റീവ് 14. ആ, അടുത്തത് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് ആ 3 പേർക്ക്. ആ, അടുത്തത് എ ബി നെഗറ്റീവ് ആ 2 പേർക്ക്. ആ ഓ നെഗറ്റീവ് ആ ഒരാൾക്ക്. അങ്ങനാണെങ്കിൽ നാലാമത്തെ അഞ്ചാമത്തെയും ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമല്ലേ? ഒന്ന് വായിച്ചേ ദേവനാരായണ, നാലാമത്തെ ചോദ്യം. Which type of the most number of children have? Which blood type do the most number of children have? ഏറ്റവും അധികം കുട്ടികൾക്കുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഇതിനകത്ത് നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം പറയുന്നത് ദേവനാരായണ ഏതാ? ഓ പോസിറ്റീവ്. ഓ പോസിറ്റീവ്. അഭിരാമി, അഞ്ചാമത്തെ ചോദ്യം എന്തുവായിരുന്നു? Which type do the least number of children have? ആ, എന്തുവായിരുന്നു അതിന്റെ അർത്ഥം? ഇതിന്റെ അകത്തിലെ കുറഞ്ഞ ചിൽഡ്രൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? ആ, അതുകൊണ്ട് ഈ താഴത്തെ ടേബിൾ നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം പറയരുത് ഏതാണ്? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ്. അപ്പോ ഈ ടേബിൾ നിങ്ങളൊന്ന് ടിക്ക് ചെയ്തിടണം. ഈ ടേബിള് ടിക്ക് ചെയ്തോ? ടിക്ക് ചെയ്തോ? ചെയ്ത്. ആ, ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. ടാബുലേഷൻ എഴുതി എക്സാമ്പിൾ 1 എന്ന് എഴുതിയിട്ട് ഈ 2 ലൈൻ എഴുതണം. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ ഇത്രയും ഇതുപോലെ എഴുതണം. പിന്നെ കൊടുത്തിരിക്കുന്ന 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതണം. അത്രയും കഴിഞ്ഞതിന് ശേഷം ഈ ടേബിളും നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഇത്രയും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ. ആ, അടുത്ത ശനിയാഴ്ച ക്ലാസ്സിന് വരുമ്പം ഇതെന്നെ എഴുതിക്കൊണ്ട് കാണിക്കണം കേട്ടോ. സാറ് എന്നോട് പറയാം. ഒന്നുകൂടെ, ടാബുലേഷൻ എന്ന ഹെഡിങ് ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ട് എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 സെന്റൻസ് അതുപോലെ എഴുതി വെക്കണം. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഇത്രയും ബ്ലഡ് ഗ്രൂപ്പുകൾ ഇതുപോലെ എഴുതണം. ഓക്കെ, അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യം എഴുതി അതിന്റെ താഴെ തന്നെ അതിന്റെ ഉത്തരം എഴുതണം. ഓക്കെ, എന്നിട്ട് അതേണ്ട ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ കണ്ടോ, ബ്ലഡ് ഗ്രൂപ്പും നമ്പരും, ഇത് ഇത്രയും ഇതുപോലെ എങ്ങോട്ട് എഴുതണം? ബുക്കില്. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. ഓക്കെ 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 ആണോ? എഴുതട്ടെ? ഇപ്പൊ എഴുതാനല്ല, ഇത്രയും ബുക്കിലോട്ട് എഴുതിക്കൊണ്ട് വരണം. ആ, ഓക്കെ. ഇനി പുസ്തകത്തിലെ അടുത്ത പേജ് എടുക്കുക. നിങ്ങൾ എത്രാമത്തെ പേജായിട്ട് വരും പുസ്തകത്തിലെ? 199. 199. ആ, 199ാമത്തെ പേജിൽ അനദർ പ്രോബ്ലം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? കണ്ടു. ആ, അപ്പോ അത് ഒന്ന് വായിച്ചേ. അഭിരാമ, ദേവനാരായണൻ, ജിതിൻ, ആമ്പിള്ളേർ 3 പേരുമായി. ഓക്കെ. ആ, അപ്പൊ നമ്മുടെ ജുവാനെ ഒന്ന് വായിച്ചേ ആ സെന്റൻസ്. അല്ല, അതിന് മുമ്പേ ഈ അനദർ പ്രോബ്ലം എന്ന് പറഞ്ഞ് കിടക്കുന്നതിന്റെ താഴോട്ട് എഴുതുക എക്സാമ്പിൾ 2 എന്ന്. എക്സാമ്പിൾ 2 എന്ന് എഴുതിയോ? എഴുതിയോ? എഴുതി. ഓക്കെ. ആ, എഴുതി. അതിന്റെ താഴത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഒന്ന് വായിച്ച ജുവാനെ ആ സെന്റൻസ്. The scores children in a class got in a test are listed below. ഒരു ക്ലാസ് ടെസ്റ്റില് കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ സ്കോർ ആണ് താഴെ കൊടുത്തേക്കുന്നത്. ഈ സ്കോർ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ
നിങ്ങളുടെ പുസ്തകത്തിലും കാണാൻ ആണ്. പറ്റുന്നുണ്ടോ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം വായിച്ച ജുവാനെ. What is the score got by the most number of children? എന്തോ ജുവാന്റെ ചോദ്യത്തിന് അർത്ഥം? ഏറ്റവും കൂടുതൽ ഏറ്റവും ഏത് കൂടുതൽ നമ്പറാണ് ഏറ്റവും ഏത് ഏത് മാർക്കാണ് ഏറ്റവും സ്കോറാണ് കൂടുതൽ ഏറ്റവും അധികം കുട്ടികൾക്ക് കിട്ടിയത്? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. How many children got 8 or more? 8ഓ അതിൽ കൂടുതലോ സ്കോർ കിട്ടിയ എത്ര കുട്ടികളുണ്ട്? അടുത്തത്. How many got less than 8? എന്തോ അർത്ഥം? 8ൽ കുറവ് എത്ര പേർക്ക് കിട്ടി? ഓക്കെ. അടുത്തത്. How many children got 10? അർത്ഥം? എത്ര കുട്ടികൾക്ക് 10 മാർക്ക് കിട്ടി? ഓക്കെ. അപ്പോ ഇത് ഇത്രയും നിങ്ങൾ എക്സാമ്പിൾ 2 എന്നും പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് എഴുതണം? നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു റഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു റഫ് പേപ്പർ എടുത്തോ. ഒരു റഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു റഫ് പേപ്പർ എടുത്തോ? എടുത്തു. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടേ ഈ സ്ക്രീൻ ഒന്ന് മാറ്റുകയാണ്. ഇപ്പോ നിങ്ങൾക്കൊരു വൈറ്റ് സ്ക്രീൻ വന്നോ? ഹലോ, വന്നില്ല. അപ്പൊ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു വൈറ്റ് സ്ക്രീൻ വന്നോ? വന്നു. ഓക്കെ. അപ്പൊ വേണ്ടേ നമ്മൾ ഇതിനെ ഒരു ടേബിൾ ആക്കി എഴുതാൻ പോകും. എന്താക്കി എഴുതാൻ പോവാണ്? ടേബിൾ. ആ ടേബിൾ ആക്കി കഴിഞ്ഞാൽ ഇവർ ചോദിച്ച എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ആ സഹായം എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ എത്രയാണ്? ഈ മാർഗിനകത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ എത്രയാണ്? 2. ഏറ്റവും കൂടിയ സ്കോറോ? 10. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എഴുതുന്ന പോലെ നിങ്ങൾ റഫ് ബുക്കിൽ അല്ലെങ്കിൽ റഫ് പേപ്പറിലോട്ട് എഴുതിയാൽ മതി. എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോൾ നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നാൽ മതി. ഓക്കെ. ഞാൻ എഴുതിക്കോളൂ. റഫ് ബുക്കിലോട്ടാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ കോളത്തിന്റെ പേര് സ്കോർ. എന്താണ് ഒന്നാമത്തെ കോളത്തിന്റെ പേരെന്തുവാ? സ്കോർ. ഓക്കെ. രണ്ടാമത്തെ കോളത്തിന്റെ പേര് ടാലി. TALLY. രണ്ടാമത്തെ കോളത്തിന്റെ പേര് എന്താ പേര്? മിണ്ടുന്നില്ല. ടാലി. മൂന്നാമത്തെ കോളത്തിന്റെ പേര് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എത്ര തൊട്ടാണ് സ്കോർ തുടങ്ങുന്നത്? 2. അപ്പൊ 2, 3. ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതിക്കോണം കേട്ടോ. 3, 4, 5, 6, 7, 8, 9, 10.
വരച്ചോ എല്ലാരും? വരച്ചോ? വരച്ചു. ആ, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. അഭിരാമ ക്ലാസ്സിലില്ലയോ? അഭിരാമേ, അഭിരാം. ആ സാറേ അത് കട്ട് മറ്റേ അവിടെ ഫോണായിരുന്നു, ഇത് സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് കയറിയതേ. ആ ആ ആ ഓക്കെ. ആ, അപ്പൊ ഇങ്ങനെ ഒരു കോളം നിങ്ങൾ എല്ലാരും വരച്ചല്ലോ അല്ലേ? എല്ലാരും വരച്ചോ? വരച്ചു. ആ, അപ്പൊ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് മൊത്തം വെട്ടിയേച്ച് നമ്മൾ ആദ്യം മുതൽ എഴുതേണ്ടി വരും. ആദ്യം നിങ്ങൾ ഞാൻ പറയുന്ന ഒരാൾ വായിച്ചാൽ എല്ലാവരോടും വായിക്കരുത്, വായിച്ചാൽ തെറ്റിപ്പോവും. അപ്പൊ ജുവാനെ ആദ്യത്തെ സ്കോർ വായിച്ചേ. 8. 8. അപ്പൊ നമ്മള് 8 എന്ന് പറയുന്ന കോളത്തിൽ വേണ്ട ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അതിന് പറയുന്ന പേരാണെന്ത്? ആ, ടാലി. ഓക്കെ, അടുത്ത നമ്പർ വായിക്കുക. 7. അപ്പൊ എവിടെ വരയ്ക്കും? 7ന്റെ കോളത്തിൽ. 7ന്റെ കോളത്തിൽ വരയ്ക്കും. ആ, അടുത്തത് 6. 6. ആ, അടുത്തത് 3. അപ്പൊ നമ്മൾ 3ന്റെ കോളത്തിൽ ടാലി വരച്ചു. ഓക്കെ. ആ, അടുത്തത് 8. വീണ്ടും 8ന്റെ കോളത്തിൽ ടാലി അടയാളപ്പെടുത്തി. ആ, 8. വീണ്ടും 8ന്റെ കോളത്തിൽ ടാലി അടയാളപ്പെടുത്തി. ആ, 7. 7ന്റെ കോളത്തിൽ ടാലി അടയാളപ്പെടുത്തി. ആ, 7. 7ന്റെ കോളത്തിൽ ടാലി അടയാളപ്പെടുത്തി. ആ, 6. 6. നിങ്ങൾ എന്റെ കൂടെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ? നിങ്ങൾ എന്റെ കൂടെ ഈ ടാലി മാർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ വരി കഴിഞ്ഞല്ലോ. ആ, അപ്പൊ ഇനി രണ്ടാമത്തെ വരി ആവണി വായിച്ചേ. 7. ആ, ഞാൻ മാർക്ക് ചെയ്ത് കറക്റ്റ് നോക്കിക്കോണം കേട്ടോ. 7. ആ, 9. 9. ആ, 6. 9 കഴിഞ്ഞിട്ട് 7 ഇല്ലയോ പിന്നെ? 7, 9 വീണ്ടും 7 അല്ലേ? അല്ല, ആവണി രണ്ടാമത്തെ വരിയിൽ 7, 9, 7 അല്ലേ? ആവണി ഇതിൽ 6 കിടക്കുന്നത്. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ ബാക്കിയുള്ള പുസ്തകത്തിലോ? 7 സാറേ. 7 സാറേ. സാറ് ഇവിടെ മേലിന് താഴോട്ടാ വായിച്ചേ. അയ്യോ, അങ്ങനല്ല, രണ്ടാമത്തെ റോ വായിക്കണം. രണ്ടാമത്തെ വരിയാ വായിക്കണ്ടേ. ഫസ്റ്റ് റോ വലത്തോട്ടുള്ളത് ജുവാന വായിച്ചു. ഇനി സെക്കൻഡ് റോ ആണ് ആവണി വായിക്കേണ്ടത്. മനസ്സിലായോ? ആ, ഞാൻ താഴോട്ടാ വായിച്ചത്. ആ, സെക്കൻഡ് റോ വായിക്കുക. 7 അടയാളപ്പെടുത്തി. ആ, 9 അടയാളപ്പെടുത്തി. ഇനി അടുത്ത ഏതാ? 7. അപ്പൊ ശ്രദ്ധിച്ചേ, ഓൾറെഡി 7ന്റെ കോളത്തിൽ ഇപ്പോൾ എത്ര ടാലി വന്നു കഴിഞ്ഞു? നോക്കിക്കേ, എത്ര ടാലി വന്നു? 4. അപ്പൊ അഞ്ചാമത്തെ ടാലിക്ക് അതിന്റെ ഇപ്പുറത്തല്ല വരയ്ക്കുന്നത്. ഇവരെ 4 പേരെയും ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വര വരയ്ക്കണം. അപ്പൊ അത് എത്രാമത്തെ ടാലിയായി? 5. 5. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇല്ല. മൊത്തം 7ന്റെ കോളത്തിൽ ഇപ്പൊ എത്ര ടാലി വന്നിട്ടുണ്ടായിരുന്നു? 4. അപ്പൊ അഞ്ചാമത്തേത് വരുമ്പോ 4ന്റെ വലതുവശത്തോട്ട് 5 എന്ന് വരയ്ക്കുമല്ല ചെയ്യുന്നത്. ഇവരെ 4 പേരെയും കൂടി ഇങ്ങനെ ക്രോസിന് വെട്ടിക്കൊണ്ട് ഒരു ടാലി ഇടുക ചെയ്യുന്നത്. അതപ്പോ എത്രന്ന് വായിക്കും? 5. 5. ഇപ്പൊ ക്ലിയർ ആയോ? അടുത്ത വായിച്ചേ ആവണി. 6. 6. അപ്പൊ 6ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. ഓക്കെ. ആ, അടുത്തത് 8. 8. അപ്പൊ 8ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. ആ, 7. അപ്പൊ 7 അതിൽ ഇച്ചിരി കൂടെ മാറ്റി വേണം ടാലി അടയാളപ്പെടുത്താൻ. 7. ആ, അടുത്തത് 2. അപ്പൊ 2ന്റെ കോളത്തിൽ മാർക്ക് ചെയ്തു. ആ, അടുത്തത് 6. 6. അടുത്തത് 6ന്റെ കോളത്തിൽ മാർക്ക് ചെയ്തു. ആ, അടുത്തത് 7. 7. അപ്പൊ രണ്ടാമത്തെ റോയുടെ ടാലി മാർക്ക് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആയോ? ആയോ?
ഓക്കെ. ക്ലിയർ ആയി. ശ്രീലക്ഷ്മി മൂന്നാമത്തെ റോ വായിച്ചേ, വലത്തോട്ടുള്ളത് മൂന്നാമത്തെ 10 തുടങ്ങുന്ന റോ വായിച്ചേ. 10. അപ്പൊ 10ന്റെ കോളത്തിൽ ഒന്ന് മാർക്ക് ചെയ്തു, ഒരു ടാലി ഇട്ടു. 6. നോക്കിക്കേ, 6ന്റെ കോളത്തിൽ ഓൾറെഡി ഇപ്പൊ 4 ടാലി ഉണ്ട്. ഇനി ഒരെണ്ണം കൂടെ വരണം. എന്ത് ചെയ്യും നമ്മള്? ക്രോസിന് വരയ്ക്കണം. അപ്പൊ 5ാമത്തെ. അടുത്തത് 7. 7. 3. അപ്പൊ 3ന്റെ കോളത്തിൽ അടുത്ത ടാലി ഇട്ടു. 9. 9. അപ്പൊ 9ന്റെ കോളത്തിൽ അടുത്ത ടാലി ഇട്ടു. 5. അടുത്തത് 5ന്റെ കോളത്തിൽ ടാലി ഇട്ടു. 4. 4. അടുത്തത് 4ന്റെ കോളത്തിൽ ടാലി ഇട്ടു. 5. വീണ്ടും 5ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 4. വീണ്ടും 4ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. ശ്രീലക്ഷ്മി അയച്ച മൂന്നാമത്തെ റോ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. അപ്പൊ അടുത്തത് അനുഷ്ക. എന്തേ അനുഷ്കെ? അടുത്ത 4ാമത്തെ റോ വായിച്ച അനുഷ്ക. 4. 4. ഒരു സെക്കൻഡ്. 4ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 4. വീണ്ടും 4ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 5. 5. അപ്പൊ 5ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 8. അടുത്തത് 8ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 10. അടുത്തത് ഞാനിപ്പോ 8ന്റെ കോളത്തിലായിരുന്നു ടാലി മാർക്ക് ചെയ്തത്. അല്ല, എവിടെ മാർക്ക് ചെയ്തേ? 7ന്റെ. അതാ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ 8ന്റെ കോളത്തിലെ 7ന്റെ കോളത്തിൽ നമ്മളൊരു ടാലി തെറ്റായിട്ട് മാർക്ക് ചെയ്തില്ലയോ? അപ്പൊ അത് പോയി. അപ്പൊ എവിടെയായിരുന്നു മാർക്ക് ചെയ്യേണ്ടത്? 8ന് എങ്ങനെ? 8ന്റെ കോളത്തിൽ ഓൾറെഡി 4 എണ്ണം ഉണ്ട്. അപ്പൊ 5ാമത്തെ നമ്മൾ ക്രോസിന് വരയ്ക്കണം. ഓക്കെ. അടുത്ത വായിച്ചോ ശ്രീലക്ഷ്മി. അടുത്ത എത്ര സ്കോർ? അടുത്ത സ്കോർ എത്ര? ശ്രീലക്ഷ്മി അടുത്ത സ്കോർ എത്ര? അനുഷ്കയോടെ വായിക്കാൻ അനുഷ്ക പറഞ്ഞേ, അടുത്ത സ്കോർ എത്ര? 10. അപ്പൊ 10ന്റെ കോളത്തിൽ അടുത്ത ടാലി ഇട്ടു. അടുത്തത് 8. 8ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 8. വീണ്ടും 8ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 9. 9ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 7. 7ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. ഇത്രയും കറക്റ്റ് ആണല്ലോ? ആണോ? ആണ്. അപ്പൊ ജിതിൻ മോനെ ലാസ്റ്റ് റോ വായിച്ചേ. 7. അപ്പൊ ഓൾറെഡി 7ന്റെ കോളത്തിൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും നമ്മള്? ക്രോസ് ആയിട്ടാണ്. ക്രോസ് ആയിട്ട് വരച്ചപ്പോ 5ാമത്തെ അതായി. ഓക്കെ. അടുത്തത് 6. 6. അപ്പൊ 6ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. 8. 8ന്റെ കോളത്തിൽ ടാലി മാർക്ക് ചെയ്തു. അടുത്തത് 8. വീണ്ടും 8. അപ്പൊ ഒന്നുകൂടെ മാർക്ക് ചെയ്തു. 7. 7ന്റെ കോളത്തിൽ ഒരു ടാലി മാർക്ക് ചെയ്തു. 4. അപ്പൊ 4ന്റെ കോളത്തിൽ ഓൾറെഡി 4 ടാലി ഉണ്ട്. അപ്പൊ നമ്മൾ 5ാമത്തേത് വരയ്ക്കാൻ ഇത് ക്രോസ് ചെയ്തു. 4 ഉണ്ടായിരുന്നു. 1, 2, 3, 4 എണ്ണം ഉണ്ടായിരുന്നു. 4. 5. അപ്പൊ 5ന്റെ കോളത്തിൽ ഒരു ടാലി കൂടെ മാർക്ക് ചെയ്തു. 9. 9ന്റെ കോളത്തിൽ ഒരു ടാലി മാർക്ക് ചെയ്തു. 8. 8ന്റെ കോളത്തിൽ ഒരു ടാലി കൂടെ മാർക്ക് ചെയ്യണം. 8ന്റെ കോളത്തിൽ അടുത്ത 4 എണ്ണം ആയിട്ടുണ്ട്. അപ്പൊ 5ാമത്തത് എന്ത് ചെയ്യും? ക്രോസ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഈ ടാലി മാർക്ക് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ ദേവനാരായണ, 2ന്റെ കോളത്തിൽ ടാലിയിൽ എത്ര വരെയുണ്ട്? 1. 1. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ചിൽഡ്രന്റെ കോളത്തിൽ എത്ര എഴുതും? 1. 1. ഓക്കെ. അടുത്തത് 3ന്റെ കോളത്തിന്റെ നേരെ എത്ര ടാലി ഉണ്ട്? 2. അപ്പൊ ദേവനാരായണ ഇവിടെ നമ്മൾ എത്ര എഴുതും? 2. 2. 4ന്റെ നേരെയോ? 5. 5. ഓക്കെ. അഭിരാമേ, 5ന്റെ നേരെയോ? 4. 4. 6ന്റെ നേരെയോ? 6.
6. 7ന്റെ നേരെയോ 11. 5 5 10 1 11. ഓക്കെ. ജുവാനെ 8ന്റെ നേരെയോ 10, 10. 9ന്റെ നേരെയോ 4, 4. 10ന്റെ നേരെയോ 2. 2. ഓക്കെ. അപ്പൊ ഇനി നമുക്കിത് സംഗതി ശരിയാണോന്ന് അറിയാൻ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്താ പരിപാടി എന്ന്? 2ന്റെ ഏറ്റവും താഴെ നമ്മളൊരു ചെറിയ കോളം കൂടെ എഴുതി ചേർക്കുക. ആ കോളത്തിന്റെ പേരാണ് എന്തുവാ? Total. ടോട്ടൽ. എന്തോ ഒരു പേര്? ഇപ്പൊ നിങ്ങൾ ഈ എഴുതി വെച്ചേക്കുന്ന നമ്പർ എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് പറഞ്ഞ് എത്ര വരുമെന്ന്. 1ഉം 2ഉം 1ഉം 2ഉം കൂട്ടിയാൽ 3, 3ഉം 5ഉം കയ്യിലും കയ്യിലൊക്കെ വെച്ച് കൂട്ടുവാനാ. 3ഉം 5ഉം 8 8. 8ഉം 4ഉം 12 12ഉം 6ഉം 18 18. 18ഉം 11ഉം 29, 29. 29ഉം 10ഉം 39, 39, 39ഉം 4ഉം 43 43, 43ഉം 2ഉം 45. 45 ഉത്തരം കറക്റ്റ് ആണോ? ആണ്. ആണ്. എങ്ങനെ മനസ്സിലായി? ആണ്. എങ്ങനെ മനസ്സിലായി? ടെസ്റ്റ് കൊടുത്തേക്കുണ്ട്. ടെക്സ്റ്റ് കൊടുത്തേക്കുന്നുണ്ടോ? ശരിയാന്ന് മനസ്സിലായി. ആ ചോദ്യം തുടങ്ങുന്നതൊന്ന് വായിച്ചു നോക്കിക്കേ. ആ ചോദ്യം തുടങ്ങുന്നിടത്തെ കുട്ടികളുടെ എണ്ണത്തെ കുറിച്ച് വല്ല സൂചന വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. ആ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം കൂടെ എണ്ണി നോക്കിക്കേ, മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗമുണ്ട്. ഒന്നാമത്തെ റോയിൽ എത്ര നമ്പർ ഉണ്ട്? 5, 5 നമ്പർ ഉണ്ട്. ഒന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ വലത്തോട്ടുള്ളതാണ് റോ കേട്ടോ. താഴോട്ട് 9, 9. 9, അങ്ങനെ 9 നമ്പർ വീതമുള്ള എത്ര റോ ഉണ്ട്? 5 5, അപ്പൊ 9 റോയുള്ള 9 നമ്പറുള്ള 5 റോ വരുമ്പോ മൊത്തം എത്ര നമ്പർ വരും? 45. 45, അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആണല്ലോ. ആണ്. ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. അവിടെ ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചായിരുന്നല്ലോ. അവർ ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചു. അപ്പൊ പുസ്തകത്തിലോട്ട് തന്നെ എഴുതിയാൽ മതി ചോദ്യങ്ങളുടെ ഉത്തരം. നിങ്ങളുടെ കൈവശം ടാലി മാർക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ടാലി മാർക്കില്ലേ? ഉണ്ട്. ഉണ്ട്. അപ്പോ എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ദേവനാരായണൻ വായിച്ചേ. What is the score got by most number of children? സ്ക്രീനിൽ നിങ്ങൾക്ക് പുസ്തകം കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ പുസ്തകം കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ സ്കോർ ഗോട്ട് ബൈ ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ സ്കോർ ഏതാണ് ദേവനാരായണ? 7. ഏതാണ്? 7. അപ്പൊ അതിന്റെ നേരെ എഴുതിയിടുക 7 എന്ന് ഉത്തരം എഴുതുക. 7 എന്ന് ഉത്തരം എഴുതുക. എത്ര കുട്ടികൾക്ക് കിട്ടിയ 7 എന്നുള്ള സ്കോർ? 11. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ജിതിനൊന്ന് വായിച്ചേ. How many children got 8 or more? 8ഓ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? പറഞ്ഞാട്ടെ. 8 മാർക്കും അതിൽ കൂടുതലും കിട്ടിയവർ എത്ര പേരുണ്ട്? 8 മാർക്കും അതിൽ കൂടുതലും കിട്ടിയവർ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോ 8 മാർക്ക് കിട്ടിയവർ എത്ര പേരുണ്ട്?
11 8 മാർക്ക് കിട്ടിയവരോ? ആ പേപ്പർ നോക്കി 10 വായിക്കുന്നതിന് 10 10. 9 മാർക്ക് കിട്ടിയവര് 9 4 4. 10 മാർക്ക് കിട്ടിയവര് 2 ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോഴല്ലേ 8ഓ അതിലധികമോ മാർക്ക് കിട്ടിയവരുടെ എണ്ണം കിട്ടുന്നത്. അപ്പൊ അതെത്ര വരും പറഞ്ഞാട്ടെ? 10ഉം 4ഉം 2 കൂടെ കൂട്ടണം. 14 16 16. അപ്പൊ എത്ര ആൻസർ? 16 16. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം അഭിരാമ് വായിച്ചേ. How many goat less than 8? എന്ത് ചോദ്യത്തിന് അർത്ഥം? 8 അതി കുറവുള്ള സംഖ്യ. ഹൗ മെനി ഗോട്ട്സ് ലെസ് ദാൻ 8 എന്ന് വെച്ചാൽ അർത്ഥം 8നേക്കാൾ കുറവുള്ള സംഖ്യ. 8ൽ കുറവ് എത്ര പേർക്ക് സ്കോർ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞാട്ടെ? അപ്പൊ ഏതൊക്കെ സ്കോർ കിട്ടിയവരെ കൂട്ടിയാ മതി? 2 സ്കോർ കിട്ടിയവര്, 3 സ്കോർ കിട്ടിയവര്, 4 സ്കോർ കിട്ടിയവര്, 5 സ്കോർ കിട്ടിയവര്, 6 സ്കോർ കിട്ടിയവര്, 7 സ്കോർ കിട്ടിയവര്. ഇത്രയും കൂടെ കൂട്ടിയാ പോരെ? അപ്പൊ ഏതൊക്കെ തമ്മിൽ കൂട്ടും? 1 അധികം 2 3 3 അധികം 5 8 8 അധികം 4 12 12 അധികം 6 18 18 അധികം 11 29. 29. ഓക്കെ. അനുഷ്കെ, നാലാമത്തെ ചോദ്യം വായിച്ചാട്ടെ. How many children got 10? എന്താ ചോദ്യത്തിന് അർത്ഥം? ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് 10 എന്താ ചോദ്യത്തിന് അർത്ഥം? 10 മാർക്ക് കിട്ടിയാൽ എത്ര? 10 മാർക്ക് കിട്ടിയ എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര കുട്ടികൾക്ക് 10 മാർക്ക് കിട്ടി? ഒരു കുട്ടിക്ക്. ഒരു കുട്ടിക്ക്. ഒന്നുകൂടെ നോക്കിക്കേ. 2 പേർക്ക്. അപ്പോ നാലാമത്തെ ആൻസർ എത്രയാണ്? 2. അപ്പോ ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ അല്ലേ? തന്നിരിക്കുന്ന ഡേറ്റ മീൻസ് ഇൻഫർമേഷൻ, വിവരങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ ആക്കി അറേഞ്ച് ചെയ്തു അല്ലേ? ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഹെഡിങ് മറന്നു പോരുത്. ടാബുലേഷൻ. എന്താ പറയുന്നു? ടാബുലേഷൻ. ഈ SSLC പരീക്ഷയും +2 പരീക്ഷയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പത്രത്തിൽ കേട്ടിട്ടില്ലേ, വാല്യുവേഷൻ കഴിഞ്ഞു, ഇനി ടാബുലേഷൻ നടക്കാനുണ്ട്. വാല്യുവേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം? വാല്യുവേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം പേപ്പർ നോക്കി കഴിഞ്ഞു. ഇനി ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? മാർക്ക് കണക്കാക്കാം. അതായത് മലയാളം പരീക്ഷയുടെ പേപ്പർ നോക്കുന്ന സ്ഥലത്തല്ല ഇംഗ്ലീഷിന്റെ പേപ്പർ നോക്കുന്നത്. അവിടെ ആയിരിക്കത്തില്ല കണക്കിന്റെ പേപ്പർ നോക്കുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നോക്കിയ ഒരു കുട്ടിയുടെ മാർക്കുകളെല്ലാം കൂടി ഒരു മാർക്ക് ലിസ്റ്റായി തയ്യാറാക്കണം. എങ്കിലല്ലേ ആ കുട്ടിക്ക് ഫിസിക്സിന് എത്ര മാർക്ക് കിട്ടി, കെമിസ്ട്രിക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ആണോ? അതിന് പറയുന്ന പേരാണ് എന്ത്? ടാബുലേഷൻ. ഇപ്പൊ പിടികിട്ടിയോ? പിടികിട്ടിയോ? അപ്പൊ ഇനി നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളപ്പോ ബുക്കിലോട്ട് ടാബുലേഷൻ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ 2 സെന്റൻസ് എഴുതണം. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലഡ് ഗ്രൂപ്പ് എഴുതണം. എന്നിട്ട് ഈ 5 ചോദ്യങ്ങൾ എഴുതി അതിന്റെ ഉത്തരം എഴുതണം. ദെൻ അതിന്റെ താഴെ എന്ത് വരയ്ക്കണം?
ടേബിൾ ഈ ബോക്സ് വയ്ക്കണം. ഇനി അടുത്തത് എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞുകൊണ്ട് ദ സ്കോർസ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗോട്ട് ഇൻ എ ടെസ്റ്റ് ആർ ലിസ്റ്റഡ് ബിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങോട്ട് എഴുതണം. എന്നിട്ട് ഈ ചോദ്യങ്ങൾ എല്ലാം എഴുതണം. ഇതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെഴുതിയായിരുന്നു? ടേബിൾ എഴുതിയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ എന്ന് വരുമ്പോൾ എഴുതിക്കൊണ്ട് വരണം. ശനിയാഴ്ച വരുമ്പോൾ എവിടെ എഴുതിക്കൊണ്ട് വരണം? നോട്ട്ബുക്കില്. നോട്ട്ബുക്കിൽ. അത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? Clear. ഇനി വേണ്ടേ നിങ്ങളുടെ പുസ്തകത്തിലെ അടുത്ത പേജ് എടുത്തോ. അവിടെ the number of members in 50 households of a village are listed below എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? മിണ്ടുന്നില്ല. കണ്ടു. എന്നിട്ട് ഈ ഇടക്കലത്തെ ഗ്യാപ്പിലോട്ട് എഴുതുക എക്സർസൈസ് 1 എന്ന് എഴുതുക. എക്സർസൈസ് 1. ഈ 1, അതിന്റെ താഴത്തെ 2, അടുത്ത പേജിലെ 3 കണ്ടോ? അനദർ ഫോം എന്ന ഹെഡിങ്ങിന്റെ മുകളിൽ വരെ കണ്ടോ? ഈ 3 കണക്കുകൾ അടുത്ത ദിവസം വരുമ്പോൾ ഹോംവർക്ക് ആയിട്ട് എവിടെ ചെയ്തുകൊണ്ട് വരണം? അല്ല, എവിടെ ചെയ്തുകൊണ്ട് വരണം? വർക്ക് ബുക്കിൽ. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി. ഓക്കെ. അപ്പോ